തക്ഫുറൂൻ. കണ്ടോ? ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. കണ്ടോ? നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കും. ചെറു സംഘത്തിൽ വെച്ച് നിങ്ങൾ എന്നെ ഓർത്താൽ വലിയ സംഘത്തിൽ വെച്ച് ഞാൻ നിങ്ങളെ ഓർക്കും. പിന്നെയോ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്, നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരാകണം, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബറകാത്ത് മിനസ്സമാഇ വൽ അർദ്. അല്ലാഹു പറയാണ് ഖുർആനിലെ 2-ാം അധ്യായം 152-ാമത്തെ വചനം. അപ്പോ നന്ദിയുള്ളവരാകാൻ കാത് നൽകിയതിന് അവിടെ ഒരു കാര്യം കൂടി ഓർക്കണം. അല്ലാഹ് നൽകിയ കാത് അള്ളാന്റെ ഇഷ്ടത്തിനൊത്തേ ചെലവഴിക്കാവൂ. ഒരു വലിയ പൈസക്കാരൻ ഒരു വാഹനം തന്നു എന്ന് വിചാരിച്ചോ ആ വാഹനം ഇന്ന രൂപത്തിൽ ഓടിക്കണം, ഇന്നിടത്തേക്ക് ഓടിക്കണം, ഹറാമുകളിലേക്കൊന്നും ഓടിക്കരുത്, നല്ല കാര്യത്തിന് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ, സങ്കല്പിച്ചോളൂ. എങ്കിൽ ആ കാറ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? ആ വീട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും? അള്ള തന്ന കാത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കേട്ടോ, 17-ാം അധ്യായം 36-ാമത്തെ വചനം. അള്ള പറയാൻ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിങ്ങൾക്ക് അറിവില്ലാത്തതിൻ്റെ പിന്നാലെ പോവല്ലേ, പഠിക്കാതെ അങ്ങോട്ട് പോകല്ലേ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിന്റെ കേൾവി അള്ള ചോദിക്കും. ബഷീറെ, മുഹമ്മദേ, നവാസേ, മോനെ, മുജാഹിദേ, ജൗഹറെ, എന്ത് കണ്ടു നാഥാ? നിന്റെ പ്രപഞ്ചം കണ്ടു, ആകാശം കണ്ടു, ഭൂമി കണ്ടു, സൂര്യനെ കണ്ടു. 13 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ എന്ന അത്ഭുതം കണ്ടു. സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ചു. നിനക്ക് നന്ദിയുള്ളവരായി ഖുർആൻ കേട്ടു, ഹദീസ് കേട്ടു, ആയത്ത് കേട്ടു, ഹദീസ് കേട്ടു, സഹാബികളുടെ കഥ കേട്ടു. നന്നായി മോനെ. എന്ത് കണ്ടു? നല്ലത് കണ്ടു, നല്ലത് കേട്ടു. എന്ത് ചിന്തിച്ചു? നല്ലത് ചിന്തിച്ചു, നല്ലത് ചിന്തിച്ചു. അങ്ങനെ നല്ലത് ചിന്തിക്കാൻ, നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ നമ്മുടെ കാത്, നമ്മുടെ കണ്ണ്, നമ്മുടെ എല്ലാം അവിടെ മഹാനായ സുലൈമാൻ നബിയിലേക്ക് നമ്മൾ വീണ്ടും മടങ്ങിപ്പോവുകയാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയപ്പോ 20-ാം അധ്യായം സൂറത്തുൻ നംൽ 40-ാമത്തെ വചനത്തിൽ അദ്ദേഹം പറയാൻ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി. ഇതൊക്കെ എൻ്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. എന്തിന്? എന്നെ പരീക്ഷിക്കാൻ. എങ്ങനെ? ലിയബ്ലുവനി അശ്കുർ അം അക്ഫുർ. ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്നെ പരീക്ഷിക്കാൻ. നോക്കണം, അതാണ് ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അശ്കുർ അം അക്ഫുർ വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. വല്ലാത്ത വാക്കുകൾ. വല്ലവനും നന്ദി കാണിക്കുന്ന പക്ഷം തന്റെ ഗുണത്തിനായിട്ടാണ് അവൻ നന്ദി കാണിക്കുന്നത്. വല്ലവനും നന്ദി കേട് കാണിക്കുന്ന പക്ഷം തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പരാശ്രയമുക്തനാണ്, നിങ്ങളുടെ നന്ദി ആവശ്യമില്ലാത്തവനാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ അവയവത്തിനും അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. ഓരോ അവയവത്തിനും പടച്ചവനെ നിനക്ക് നന്ദി കാണിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. എൻ്റെ സമയം അവസാനിച്ചു എന്ന വിശ്വാസത്തിലാണ് ഞാൻ 2 കാര്യങ്ങളൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ സൂറത്ത് ഇൻസാനിലെ 3-ാമത്തെ വചനം എന്താ അറിയോ? അവിടെ പറയും, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. പൊന്തി നിൽക്കുന്ന 2 മാർഗങ്ങൾ, ഒന്ന് തൗഹീദിന്റെ, മറ്റൊന്ന് ശിർക്കിന്റെ, ഒന്ന് സുന്നത്തിന്റെ, മറ്റൊന്ന് ബിദ്അത്തിന്റെ, ഒന്ന് ഹറാമിന്റെ, മറ്റൊന്ന് ഹലാലിന്റെ, ഒന്ന് നീതിയുടെ, മറ്റൊന്ന് അനീതിയുടെ, ഒന്ന് ധർമ്മത്തിന്റെ, മറ്റൊന്ന് അധർമ്മത്തിന്റെ. ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറാ. നന്ദിയുള്ളവരായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം, നന്ദി കെട്ടവരായിട്ടും നിങ്ങൾക്ക് ജീവിക്കാം. 2ഉം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ എന്നിലേക്കാണ് മടക്കപ്പെടുക. ഇനി ഇവിടെ ഇരിക്കുന്നവർ ഓർത്തു നോക്ക്, കൂട്ടുകാരനോടുള്ള ഇഷ്ടം കൊണ്ട് നമസ്കാരം ഉപേക്ഷിച്ചവരാണ് നമ്മൾ. കാമുകിയോടുള്ള ഇഷ്ടം കൊണ്ട് നല്ല തത്വങ്ങൾ ഉപേക്ഷിച്ചവരാണ് നമ്മൾ. വ്യഭിചരിക്കരുത് എന്ന അല്ലാഹുവിന്റെ കൽപ്പന, വലാ തഖ്റബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അല്ലാഹു നമ്മളോട് പറഞ്ഞു. കേൾക്കാത്ത, അബദ്ധം പറ്റിയ പലരും ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. ഓർക്കണം, റബ്ബിനെ കുറിച്ച് ഓർക്കണം, ഈ വിഷയത്തിന്റെ ഗൗരവം ഓർക്കണം. തീർന്നില്ല, വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദത ലഅല്ലക്കും തഷ്കുറൂൻ. വല്ലാത്ത വാക്ക്. നിങ്ങൾക്ക് ഒന്നും അറിയാത്തവരായി മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ പുറത്തു വന്നു. അന്ന് നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. കരയുവാനല്ലാതെ ചിരിച്ചുകൊണ്ടാണ്, അവരെ ചിരിപ്പിച്ചുകൊണ്ടാണ്, നീ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അൻസല്ലദീ വലദതുക ഉമ്മുക ബാക്കിയ
വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ വജഹദ ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക അല്ലാഹിക മസ്റൂറാ. അതാണ് ഈ ക്ലാസിന്റെ ആകത്തുക. എന്താ പറഞ്ഞത്? അൻതല്ലദീ വലദതുക ഉമ്മുക ബഖിയ. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ നീ കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വന്നത്. വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. നിന്റെ ചുറ്റിൽ നിന്നുകൊണ്ട് സന്തോഷിച്ച് നിന്റെ ജന്മമറിഞ്ഞ നിന്റെ കുടുംബങ്ങൾ ചിരിച്ചു. വീണ്ടും അല്ലാഹു പറയാൻ വജഹദ് ലിനഫ്സ്, വീണ്ടും ഒരു കവി പറയാൻ വജഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക അല്ലാഹിക മസ്റൂറാ. നീ മരിക്കുമ്പോ അന്ന് നീ കരഞ്ഞുകൊണ്ടാ വന്നത്. നീ മരിക്കുമ്പോൾ നിനക്ക് ചിരിക്കാൻ സാധിക്കണം. ഈ പ്രോഫ്കോണിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും ഇത് സംഘടിപ്പിച്ച MSM-നും ഇതിൽ പ്രസംഗിക്കുന്ന ഞങ്ങൾക്കുമെല്ലാം നമുക്കെല്ലാം ചിരിക്കാൻ സാധിക്കണം. എപ്പോ? നിന്റെ മരണവേളയിൽ. അതുകൊണ്ട് വജഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബഖൗ, നിന്റെ നഫ്സിന് വേണ്ടി നീ സമ്പാദിക്കണം. ആ സമ്പാദ്യം എവിടെ? അബൂദർ അൽ ഗഫാരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചു. ആ ചോദ്യമാണ് എൻ്റെ സമാപനത്തിലേക്കുള്ള സമാപനം. എന്താണ്? അബൂദർ അൽ ഗഫാരിയോട് നബി ചോദിക്കുന്നു, അബൂദർ യാത്ര പോകാറുണ്ടോ അബൂദറെ? അതെ, ഉവ്വ് യാത്ര പോകാറുണ്ട്. അബൂദറെ, യാത്ര പോകുമ്പോ യാത്രക്കാവശ്യമായ കാര്യങ്ങൾ കരുതാറുണ്ടോ അബൂദറെ? അതെ. എന്തിനാ അങ്ങൊന്ന് ഇങ്ങനെ ചോദിച്ചത്? അതെ. വീണ്ടും റസൂൽ ചോദിച്ചു, അബൂദറെ, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയ്ക്ക് വേണ്ടി, അന്തിമമായ യാത്രയ്ക്ക് വേണ്ടി അബൂദറെ എന്താ ഒരുക്കിയത്? വല്ലാത്തൊരു ചോദ്യം. മരണവേളയിലേക്കുള്ള പാതയം എന്താ? ഇവിടെ ഇരിക്കുന്ന എൻ്റെ അനുജന്മാരെ അനുജത്തിമാരെ എന്താ പാതയം? അബൂദറിനോട് റസൂൽ പറയാൻ, ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരു നോമ്പ്, പാതിരാത്രിയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ 2 റക്അത്ത് നിസ്കാരം, പിന്നെയോ പട്ടിണിപ്പാവങ്ങൾക്ക് ഭക്ഷണം എത്തിക്കൽ, പിന്നെയോ ഹജ്ജ് ചെയ്യൽ, പിന്നെയോ ജനങ്ങളോട് നല്ലത് സംസാരിക്കൽ, പിന്നെയോ ജനങ്ങളോട് ചീത്ത പറയാതിരിക്കൽ. ഇത് ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും. വിശുദ്ധ ഖുർആൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു പ്രാർത്ഥന, നന്ദിയെക്കുറിച്ചുള്ളൊരു പ്രാർത്ഥന. അതെൻ്റെ സമാപനമാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 46-ാം അധ്യായം. ഇവിടെ എല്ലാവരും ഓർക്കണം, 40 വയസ്സായ ബാപ്പമാരുണ്ടാവും നമുക്ക് പലർക്കും, 40 കഴിഞ്ഞ ബാപ്പമാരുണ്ടാവും നമ്മളിൽ പലരുടെ കൂട്ടത്തിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 40 വയസ്സെത്തിയ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന പറയുന്നുണ്ട് ഖുർആനിൽ. നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കേട്ടോളൂ. എന്താണ് അവിടെ? പടച്ചതമ്പുരാൻ ഹത്താ ഇദാ ബലഅ അശുദ്ദുഹു വ ബലഅ 40 സന, 40 വയസ്സിൽ അവനെത്തിയാൽ, പരിപക്വതയുടെ പ്രായത്തിൽ അവനെത്തിയാൽ, അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും. എങ്ങനെ? റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അമലൻ സ്വാലിഹൻ തർളാഹു ഫഅസ്ലിഹ് ലി ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? 40കളിലേക്ക് കടക്കുകയാണ് എൻ്റെയൊക്കെ പ്രായം. ജൗഹറും ഞാനും ഒക്കെ തുല്യമായ പ്രായക്കാരാണ്, ഒന്നിച്ച് പഠിച്ചവരാണ്. ഞങ്ങളൊക്കെ 40ലേക്ക് പ്രവേശിക്കുകയാണ്. ഓർക്കുകയാണ് ഞാൻ, 40-ലെത്തുമ്പോൾ അല്ല പറയാൻ, പരിപക്വതയുടെ പ്രായം വരുമ്പോൾ മനുഷ്യർ പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? റബ്ബി ഔസിഇനി. മക്കളെ ഒന്ന് കേട്ട് നോക്ക്, റബ്ബി ഔസിഇനി. അല്ലാ നീ എനിക്ക് പ്രചോദനം നൽകണം. പടച്ചോനല്ലാതെ നമുക്കത് നൽകാനില്ല, അല്ലയല്ലാതെ നമുക്കത് നൽകാനില്ല. റബ്ബി ഔസിഇനി, പടച്ചോനെ നീ എനിക്ക് പ്രചോദനം നൽകണം. എന്തിന്? റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ. കണ്ടോ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ നൽകിയ അനുഗ്രഹം, എനിക്ക് നീ നൽകിയ അനുഗ്രഹം, അതിന് നിന്നോട് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണം. എൻ്റെ വിഷയത്തിൻ്റെ മർമ്മം അതാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, റബ്ബി ഔസിഇനി. ഈ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് അധ്യായ നമ്പർ പറഞ്ഞു, 46, 15, 16, 17 വചനങ്ങൾ നിങ്ങൾ വായിക്കുക, ഇത് പഠിക്കുക. എന്നിട്ട് ഈ പ്രാർത്ഥന നിരന്തരമായി ചെല്ലുക. നാഥ, എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ. തീർന്നില്ല, പിന്നെയോ വഅലാ വാലിദയ്യ വഅൻ അമലൻ സ്വാലിഹൻ തർളാഹു. നീ തൃപ്തിപ്പെട്ട, നിനക്കിഷ്ടമുള്ള, റബ്ബിനെയാണ് എനിക്കിഷ്ടം. അതാണ് ജൗഹറ എനിക്കൂടെ അവതരിപ്പിച്ച വിഷയം. ആ ഇഷ്ടപ്പെട്ട റബ്ബേ, നിനക്കിഷ്ടപ്പെട്ട അമല് ചെയ്യാൻ, ഞാൻ ചെയ്യുന്ന അമലുകൾ മുഴുവനും നിനക്കിഷ്ടപ്പെട്ടതാകണം.
അതിന് നീ